ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം സന്നിധാനത്ത് നിന്നും സനോജ് സുരേന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. സനോജ്, ഗുഡ് മോർണിംഗ്. സ്വാമി ശരണം. സ്വാമി ശരണം. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് തിരക്ക്, തീർത്ഥാടക തിരക്ക് എങ്ങനെയാണ്? ഇനി ദിവസങ്ങളില്ല, ഇന്ന് തിരുവാതിര കൂടിയാണ്, ധനുമാസത്തിലെ തിരുവാതിര കൂടിയാണ്, ഒട്ടേറെ പ്രത്യേകതകളുള്ള ദിവസം കൂടിയാണ് ഇന്ന്. മലയാളികളായ വിശ്വാസികൾ അധികം അവിടെ എത്തുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം സനോജ് തന്നെ പറഞ്ഞത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിശ്വാസികളാണ്, തീർത്ഥാടകരാണ് നിലവിൽ അവിടെയുള്ളത്. അപ്പോൾ ഏത് രീതിയിലാണ് തിരക്കും കാര്യങ്ങളും ഒക്കെ? ഇന്നലെ വൈകിട്ട് ദീപാരാധനയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ശബരിമലയിൽ കാര്യങ്ങൾ ഭംഗിയായി പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നും നമുക്ക് പങ്കുവയ്ക്കാനുള്ള പ്രധാനപ്പെട്ട വാർത്ത. ലക്ഷത്തോളം എത്തിയ തീർത്ഥാടകരുടെ തിരക്കാണ് ഇന്നലെ സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. കാരണം ഇന്നലെ 98,000-ൽ പരം തീർത്ഥാടകർ മല ചവിട്ടി എന്നുള്ളതാണ് കണക്കുകളിലൂടെ വ്യക്തമാവുന്നത്. ഇന്നലെ അവധി ദിവസമായിരുന്നു. ഇന്ന് ശനിയാഴ്ചയാണ്, അവധിയാണ്. നാളെ ഞായറാഴ്ചയാണ്, അവധിയാണ്. അപ്പോൾ കൂടുതൽ തീർത്ഥാടകരുടെ ഒരു പ്രവാഹം ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മകരവിളക്കിന് ശേഷം നട തുറന്ന ഈ ദിവസങ്ങളിലെ കണക്കെടുക്കുമ്പോൾ 3 ലക്ഷത്തിൽ പരം തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഫ്ലൈ ഓവറിൽ തീർത്ഥാടകരുടെ ഒരു നീണ്ട നിര തന്നെയാണ്. പ്രത്യേകിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നുമുള്ള തീർത്ഥാടകരാണ് ഏറെ. ഒപ്പം തന്നെ കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമുള്ള തീർത്ഥാടകരുണ്ട്. മലയാളികളെ പേരിന് പോലും കാണാനില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഇന്നും പങ്കുവയ്ക്കാനുള്ളത്. ഇത് 2,92,555 തീർത്ഥാടകർ, അതായത് ഇന്നലെ വൈകുന്നേരം 7 മണി വരെയുള്ള കണക്ക് പ്രകാരമാണ് 2,92,555 തീർത്ഥാടകർ ദർശനം നടത്തിയെന്നുള്ളതാണ്. 7 മണിക്ക് ശേഷമുള്ള കണക്കുകൾ അപ്ഡേറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇന്നലെ മാത്രം 98,425 തീർത്ഥാടകർ സന്നിധാനത്തെത്തി. അതായത് 1 ലക്ഷത്തോളം എത്തുന്ന തീർത്ഥാടകരുടെ തിരക്ക് ഇന്നലെ അനുഭവപ്പെട്ടു. നട തുറന്ന ആദ്യ ദിവസം 57,256 തീർത്ഥാടകരാണ് എത്തിയത്. മണ്ഡലപൂജയ്ക്ക് നട തുറന്നപ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയ തിരക്ക് മകരവിളക്കിന് നട തുറന്ന ആദ്യ ദിവസം അനുഭവപ്പെട്ടു. അതിനുശേഷമുള്ള ഓരോ ദിവസവും അനുഭവപ്പെടുന്നത് 90,000-ന് മുകളിലുള്ള തീർത്ഥാടകരുടെ തിരക്കാണ്. അത് ഇന്നലെയാണ് ഈ മകരവിളക്കിന് ക്ഷേത്രനട തുറന്ന ശേഷം ഏറ്റവും അധികം തീർത്ഥാടകരെത്തിയ ദിവസം. പക്ഷേ ഇങ്ങനെ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുമ്പോഴും മറ്റ് ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോകുന്നു എന്നതാണ് ഇവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇന്നും ഇന്നലെയും നാളെയും അവധിയാണ് എന്നുള്ളത് തന്നെയാണ് തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കാൻ കാരണം. പ്രത്യേകിച്ച് പുല്ലുമേട് പാത, പരമ്പരാഗത കാനനപ്പാത, അതായത് എരുമേലിയിൽ നിന്നും അഴുതക്കടവിലെത്തി, അഴുതക്കടവിൽ മുങ്ങി കല്ലെടുത്ത് കല്ലടംകുന്നിലിട്ട് കരിമലയും താണ്ടി ചെറിയാനവട്ടവും വലിയാനവട്ടവും പിന്നിട്ട് പമ്പയിലെത്തി അവിടെ നിന്നും നീലിമല കയറി സന്നിധാനത്തേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ തിരക്കിലും വലിയ തോതിലുള്ള തിരക്കുണ്ട്. കാരണം പ്രത്യേകിച്ച് കാനനപ്പാതയിലൂടെയാണ് ഇപ്പോൾ ഏറ്റവും അധികം തീർത്ഥാടകർ കടന്നു വരുന്നത് എന്ന് വേണം പറയാൻ. കാരണം മുട്ടിമുട്ടിയാണ് തീർത്ഥാടകർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം വലിയ തിരക്ക് കാനനപ്പാതയിൽ, കല്ലടംകുന്ന് കരിമലപ്പാതയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ടുള്ള പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടകരുടെ തിരക്കിലും കാര്യമായ വർധനമുണ്ട്. 5,000-ഓളം എത്തുന്ന തീർത്ഥാടകർ നിത്യേന പുല്ലുമേട് വഴി എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് സത്രം, വണ്ടിപ്പെരിയാർ സത്രം, വള്ളക്കടവ് വഴി എത്തി അവർക്ക് നേരെ അയ്യപ്പനെ കാണാൻ സന്നിധാനത്തേക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പുല്ലുമേട് പാത കൂടുതൽ തീർത്ഥാടകർ തിരഞ്ഞെടുക്കാൻ കാരണം. അവിടെയും വലിയ ദുർഘടമായ കൊടും വനത്തിലൂടെ വേണം തീർത്ഥാടകർ കടന്നു വരാൻ. അതിനെയും, അതായത് പരമ്പരാഗതമായി ശബരിമലയിൽ എത്തിയിട്ടുള്ള തീർത്ഥാടകർ കല്ലും മുള്ളും താണ്ടി കഠിനമായ പാത പിന്നിട്ട് സന്നിധാനത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ പരമ്പരാഗത കാനനപ്പാതയിൽ നമുക്ക് കാണാൻ കഴിയുന്ന തിരക്ക്. എന്തായാലും തീർത്ഥാടന കാലം പുരോഗമിക്കുമ്പോൾ കാര്യങ്ങൾ സുഖകരമായി മുന്നോട്ട് പോകുന്നു. ശബരിമലയിൽ വലിയ തോതിലുള്ള തീർത്ഥാടകരുടെ പ്രവാഹമുണ്ടാകുന്നു. പക്ഷേ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത തീർത്ഥാടകർ ദർശനം നടത്തി മലയിറങ്ങുന്നു എന്നതാണ് നമുക്ക് ഇവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. വിനിഷ.